This is Echoes of the Word, where the gospel is proclaimed for healing and hope. Let the word of God echo in your heart today. പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ ചിലപ്പോൾ ഒരു ചിന്ത നിശബ്ദമായി ജീവിക്കുന്നു. ക്രിസ്തീയ ജീവിതം നല്ല ആളുകൾക്കുള്ളതാണ്. അച്ചടക്കമുള്ളവർക്ക്, ശുദ്ധമായ ജീവിതമുള്ളവർക്ക്, സമൂഹത്തിൽ ബഹുമാനനീയരായി നിൽക്കുന്നവർക്ക്. അങ്ങനെ തന്നെയോ? നാം തുറന്നു പറയുന്നില്ല, പക്ഷെ ജീവിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? ചർച്ച പരിപാടികളാൽ കാലണ്ടർ നിറയ്ക്കുന്നു, അസൗകര്യകരമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നു, ലോകത്തെ ദൂരത്തു നിന്ന് നോക്കി ചിന്തിക്കുന്നു. അവർ നമ്മളെപ്പോലെയല്ല. അറിയാതെ ഒരു വിശ്വാസം വളരുന്നു. യേശു വന്നത് മര്യാദക്കാരായവർക്കായി. പക്ഷേ സുവിശേഷം നമ്മെ കുലുക്കുന്നു. ലേവി എന്ന നികുതി ഈടാക്കുന്നവനെ നികുതിമേശയിലിരിക്കുന്നവനായി കണ്ടു. അവനോട് പറഞ്ഞു, എന്നോട് കൂടെ വരിക. ന്യായവാന്മാരെയല്ല ഞാൻ വന്നിരിക്കുന്നത്, പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിപ്പാൻ തന്നെയാകുന്നു. യേശു ഭക്തന്മാർ കൂടിയ വീട്ടിലല്ല ആദ്യം പോകുന്നത്. അവൻ നടക്കുന്നത് ഒരു നികുതി മേശയിലേക്കാണ്. അവിടെ ലേവി, പണത്തിൽ സമ്പന്നൻ, മനസ്സിൽ ദരിദ്രൻ, ജനങ്ങൾ ഒറ്റപ്പെടുത്തിയവൻ. യേശു അവനെ കാണുന്നു, പക്ഷെ ഒരു ക്ഷണിക നോട്ടമല്ല, ഒഴുകിപ്പോകുന്നൊരു നോക്കുമല്ല. അവൻ ഉള്ളിലേക്ക് നോക്കുന്നു. പിന്നെ ഒരു വാക്ക്, എന്നോട് കൂടെ വരിക. ലേവി എഴുന്നേറ്റു, മേശ വിട്ടു, പഴയ ജീവിതം വിട്ടു, ഇരുട്ടുവിട്ടു. ഇന്നത്തെ ലോകത്തും മറ്റൊരു ലേവി ഉണ്ടായിരുന്നു, മൈക്കിൾ ഫ്രാൻസിസ്. മാഫിയ നേതാവ്. പണം, ശക്തി, ഭയം. പുറത്ത് വിജയം, അകത്ത് ശൂന്യത. ഒരു ജയിൽ മുറിയിൽ ബൈബിൾ തുറന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, അവന്റെ മേശ ഇരുട്ടിന്റേതാണ്. യേശു അവിടെയും നിന്നു, എന്നെ അനുഗമിക്കാൻ. അവൻ എഴുന്നേറ്റു. ഇന്ന് അവൻ സാക്ഷി. മറ്റൊരു ലേവി മേശ വിട്ടു. പക്ഷെ ലേവിയുടെ മേശ എപ്പോഴും അഴിമതിയല്ല. സ്റ്റാൻലി ടാം, വിജയിയായ വ്യവസായി, ദൈവത്തിന് പകുതി കൊടുക്കുന്നവൻ. ഒരു ദിവസം ഹൃദയത്തിൽ ഒരു ചോദ്യം, ഞാൻ നിനക്ക് മുഴുവൻ തന്നപ്പോൾ നീ എനിക്ക് പകുതി മാത്രം കൊടുക്കുമോ? അവൻ 100% സമർപ്പിച്ചു. വിജയമിനി യജമാനനല്ല, ക്രിസ്തു യജമാനൻ. മറ്റൊരു ലേവി മേശ വിട്ടു. യേശുവിനെ രക്ഷിക്കാനാവാത്ത ഒരേ ഒരു വിഭാഗം, സ്വയം രോഗമില്ലെന്ന് വിശ്വസിക്കുന്നവർ. ആരോഗ്യമുള്ളവൻ ഡോക്ടറെ തേടില്ല, പാപം സമ്മതിക്കുന്നവനാണ് കൃപ അനുഭവിക്കുന്നത്. ഇന്നു അവൻ പറയുന്നു, എന്നോട് കൂടെ വരിക. എങ്ങനെ? വിരൽ ചൂണ്ടൽ നിർത്തുക, ദുഷ്ടവചനങ്ങൾ ഒഴിവാക്കുക, വിശക്കുന്നവനോട് പങ്കുവയ്ക്കുക, കഷ്ടപ്പെട്ടവനെ ആശ്വസിപ്പിക്കുക. അപ്പോൾ വെളിച്ചം ഇരുട്ടിലുദിക്കും. ഈ നോമ്പുകാലം സാധാരണയല്ല. കാലത്തിന്റെ അടയാളങ്ങൾ ഭയത്തിലൂടെയല്ല, വിശ്വാസത്തിലൂടെ വായിക്കണം. ചെറിയ ഉപവാസം മാത്രം പോരാ, ഹൃദയം മാറണം. സംസാരിക്കേണ്ടിടത്ത് മിണ്ടാതെ നിന്നതിന്, സൗകര്യം തിരഞ്ഞെടുത്തതിന്, ഭയം തിരഞ്ഞെടുത്തതിന്. യേശുവിനെ പിന്തുടരുന്ന വഴി ആദ്യം ക്രൂശാണ്. പക്ഷേ ക്രൂശ് അവസാനമല്ല. ക്രൂശ് ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള വാതിൽ. ലേവി മാറി, വിരുന്നു നടന്നു. പാപി അപ്പസ്തലനായി. മൈക്കിൾ ഫ്രാൻസിസ് മാറി, സ്റ്റാൻലി ടാം മാറി. വെളിച്ചം ഇരുട്ടിനെ ജയിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ഇന്നും നടക്കുന്നു. നിങ്ങളുടെ മേശയരികിൽ നിൽക്കുന്നു. ഒരു ക്ഷണിക നോട്ടമല്ല, ആഴത്തിൽ നോക്കുന്നു. എന്നോട് കൂടെ വരിക. ഈ നോമ്പുകാലത്ത് നമുക്കെഴുന്നേൽക്കാം. കംപ്രമൈസിന്റെ മേശ വിട്ടു. ക്രൂശിന്റെ ദിശയിലേക്ക് നടക്കാം. ശുദ്ധീകരണത്തിനപ്പുറം വെളിച്ചമുണ്ട്. ക്രൂശിനപ്പുറം ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കാരണം യേശു ന്യായവാന്മാരെയല്ല, പാപികളെ വിളിക്കാൻ തന്നെയാണ് വന്നത്. ആമേൻ. Thank you for praying with us through Echoes of the Word. May the Lord bless you and heal your heart. If this message helped you, share it with someone who needs His word today.